എവിടെ പോയി? ഇവിടെ നീ അങ്ങോട്ട് താഴെ മുട്ടിലഴിഞ്ഞ തപ്പ്. മുട്ടിലഴിഞ്ഞ തപ്പാന്? ഓ ചെറിയ എന്തുവാടി? 6 ഒരുമാതിരി നാഗവല്ലിയെ പോലൊക്കെ തപ്പണം. ഇതിന്റെ ഇടയിലുണ്ടാ നോക്കുന്നു. ഇതിന്റെ ഇടയില ഇടയിൽ എനിക്കൊന്നും ഇവിടെ ഒളിച്ചു കളിക്കണ എങ്ങനെയൊക്കെ അവിടെ പാണവേദന നീയൊക്കെ ഇവിടെ എന്തിനു കാണിക്കണ ഇവിടെ? എന്തോന്ന് പാണവേദന? അല്ല എന്ത് സംഭവം തോന്നുന്നു? നമ്മള് കുറച്ച് ഇങ്ങനെ നാട്ടുവർത്താരൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ നാട്ടുപുറത്തല്ലോ എന്തോ തപ്പ പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. അതല്ല ഇവിടെ ഭയങ്കര ഉറുമ്പല്ലേ? ഓ വൃത്തിയാക്കണോ? എന്ത് പൊടിയല്ലേ? ഉറുമ്പിനെ തപ്പി എടുക്കണം. അല്ല ഉറുമ്പിന്റെ ഉറവിടം എവിടാന്ന് തപ്പിക്കൊണ്ടിരിക്കും. എന്തിന്? നിങ്ങൾ എന്തോ ഒരുമാതിരി കുമ്പളങ്ങി നൈറ്റ്സിൽ ഷമ്മിയെ കണക്ക് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നതിന് ഞാൻ ഷമ്മി കുമ്മിയൊന്നും അല്ല. ഇവിടെ അച്ചവിടെ വേദന എടുത്ത് പൊളയണെന്ന് നീ ഇവിടെ കളിച്ചോണ്ടിരിക്കണത്. കളിച്ചോണ്ടിരിക്കണം. നമ്മള് പല്ല് വേദന ആണെങ്കിൽ ഡെന്റൽ ക്ലിനിക്ക് കൊണ്ടുപോകണായിരിക്കും നല്ലത്. ആ കൊണ്ടുപോയിട്ട് ആ പല്ല് എല്ലൊക്കെ എടുത്ത് കളാ, ഇല്ലെങ്കിൽ ഇത് മാറിയൊന്നുമില്ല. പല്ലെടുത്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂലല്ലേ? ആ പല്ല് അതാണ് ഞാൻ പറയാൻ വന്നത്. പല്ലെടുക്കണതിന് മുമ്പ് കുറച്ച് ആഹാരം കൊടുക്കണം. പല്ലെടുക്കണ ആഹാരം കൊടുക്കണോ? ഇന്നലെ ഒന്നും കഴിച്ചില്ല കേട്ടാ പല്ല് വേദന എന്ന് പറഞ്ഞിട്ട്. ഒന്നും കഴിച്ചില്ലേ? BP ഡൗൺ ആവൂലേ? BP ഡൗൺ ആവോ? പിന്നെ ഒന്നും കഴിക്കാതിരുന്നു കഴിഞ്ഞാ അയ്യോ ട്രിപ്പ് ഇടേണ്ടി വരും കേട്ടോ. അപ്പൊ നിങ്ങൾ മൂന്നുപേരും സംസാരിച്ചത് BP അങ്ങ് നല്ല കയറും. അങ്ങനല്ല. എന്തോ കൊടുക്കും? ഞാൻ പറഞ്ഞോ ഇനി എന്തോ കൊടുക്കും? പുട്ട് കൊടുക്കാം അല്ലേ? പുട്ട് കൊടുക്കും. പല്ല് വേദനയല്ലേ? അത് വല്ല ചായയൊക്കെ ഒഴിച്ച് നമുക്ക് കുതിർത്ത് കൊടുക്കാം. അല്ല ജ്യൂസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അപ്പൂന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പുട്ടും ജ്യൂസും അല്ലെങ്കിൽ നീ കൊടുക്കാൻ പോണത്? അല്ല ഞാൻ നിൽക്കാൻ എന്റെ അച്ഛൻ ഇതാണെങ്കിൽ നീ ഞാൻ ഇല്ലാത്തപ്പോ എന്തായിരുന്നു? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. തർക്കിക്കണ്ട, നമുക്ക് എന്തെങ്കിലും കൊടുത്തിട്ടേ കൊണ്ടുപോവാം ഹോസ്പിറ്റലിൽ. വാ. എന്തേ കൊടുക്കണ്ട? പുട്ട് എടുത്തു പോയി. പുട്ടെങ്കി പുട്ട് വാ. ഞാൻ കൊണ്ടുപോയിട്ടാ? ഓ വേറെ കുഴപ്പമൊന്നുമില്ലേ? വെന്ത് പക്ഷെ ഉപ്പില്ലടി. ഇല്ലേ? ഇവിടെ നോക്ക്. മാമ എടുത്ത് മോതിരം എവിടെന്ന് ചോദിച്ചാൽ ഞാൻ എന്തോന്ന് പറയും? എന്റെ പൊന്നപ്പച്ചി, അപ്പൂന് പല്ല് വേദന എടുത്തിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ അപ്പച്ചിനെ മോതിരം ഒന്നും തിരക്കാനുള്ള സമയമില്ല. എങ്കിലും നീ ചോദിച്ച പോലെ വല്ലതും ചോദിച്ചാ എന്തു കഷ്ടത്. ചിന്നോ ഇവരായില്ലേ? ദാ വരുന്നു. നീ കൊണ്ടുപോകും ഇത്. നിങ്ങൾ പോ, ഞാൻ പറഞ്ഞില്ല. ചെല്ലു. അപ്പച്ചി ഇങ്ങനെ ഒളിച്ചു കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സംഗതി വഷളാവേ. എല്ലാവരും കണ്ടുപിടിക്കും. ഈ കൈ ഒന്നും ആരും പിടിച്ച് നോക്കാനൊന്നും പോണില്ല. ഈ ഷോൾ ഇട്ട് മറിച്ചിട്ട് അങ്ങ് വാ. ഒന്നും അറിയാത്ത പോലെ നിന്നാ മതി. വാ അപ്പച്ചി ഇങ്ങോട്ട്. ഒന്ന് വരണോണ്ടാ? പോ. എടുത്ത് വയ്യ എനിക്ക്. കറി ഒഴിക്കട്ടോ? കുറച്ച് നോക്കിട്ടെ. വേണ്ട എന്നെ നീ കഴിപ്പിച്ചു കൊല്ലോ. പല്ല് തന്നെ എടുത്ത് വയ്യ അവിടെ. ചാവാതിരിക്കാനത് കഴിക്കാൻ പറഞ്ഞത്. ഇന്ന് പല്ലെടുത്തതിനു ശേഷം പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയാം. എന്താണ് നീയൊക്കെ വല്ല മോട്ടിച്ച ഒരു കള്ള ലക്ഷണം? എന്ത് അപ്പോഴേ പറഞ്ഞതെന്ന് പതുങ്ങരി. എന്താണീ? കറിക്ക് ഉപ്പ് കുറവെന്ന്. മോതിരം പല്ല് കാണാതെ മോതിരം കിട്ടിയേട്ടാ. ഇതിനകത്ത് വേദന എടുത്ത് എനിക്ക് വയ്യ. അപ്പ വീണതായിരിക്കും. പല്ലും പോയാ? നീ പല്ല് ഇളക്കാൻ പോണ്ടല്ലോ. ഒരു പിടിക്ക് 2 പക്ഷി. എനിക്ക് സമാധാനമായിട്ടാ.
ഇനി ആ മോതിരം കിട്ടുമെന്ന് തോന്നല്ല കേട്ടോ. ഓ കിട്ടിയെങ്കിലും കുഴപ്പമില്ല, കളഞ്ഞു പോയില്ലല്ലോ, കിട്ടിയല്ല അത്രയും മതി. എന്ത് ചിരിക്കണേ? ഇനിയിപ്പോ എന്തായാലേ എന്റെ പൈസ നഷ്ടപ്പെടൂലല്ലോ. അച്ഛൻ ആശുപത്രി കൊണ്ടുപോകല്ലോ, എന്ത് പല്ലിറങ്ങി പോയില്ലേ? ഓ ഇതിനാണ് പറയണത് പൂർവശി ശാപ ഉപകാരമായിരുന്നു.